താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 6 വിദ്യാർത്ഥികളെയും പ്രതികളാക്കിയാണ് കുറ്റപത്രം. കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച് തുടർ അന്വേഷണം നടക്കും. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? അജുന, 1800 പേജുള്ള കുറ്റപത്രത്തിൽ 6 വിദ്യാർത്ഥികളെയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. ഈ 6 വിദ്യാർത്ഥികളെ പ്രതിയാക്കിക്കൊണ്ടാണ് 1800 പേജുള്ള കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സഹപാഠിയായ ഷഹബാസിനെ നെഞ്ചക്ക് പോലുള്ള ആയുധം ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത്. ഈ ഒരു കേസുമായി സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന, ഷഹബാസിനെ കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമിലെ മെറ്റയോട് വിശദീകരണം തേടിയ ഡോക്യുമെന്റുകളും ഉൾപ്പെടെയാണ് ഈ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 107 സാക്ഷികളും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 80 തെളിവ് തൊണ്ടിമുതലുകളും അതോടൊപ്പം തന്നെ 40 രേഖകൾ അടങ്ങുന്നതാണ് കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറ്റപത്രത്തിൽ സമർപ്പിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളൊരു സംശയം നേരത്തെ തന്നെ പിതാവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് അന്വേഷണത്തിൽ തുടക്കത്തിലൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഷഹബാസിനെ കൊലപ്പെടുത്തിയ മറ്റ് കുറ്റാരോപിതരായിട്ടുള്ള ആളുകളുടെ രക്ഷിതാക്കളെ ഒന്നും തന്നെ ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം തന്നെ പിതാവ് പലതവണ താമരശ്ശേരി പോലീസിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ഈ ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേസിൽ ഈ ഒരു ഗൂഢാലോചന നടത്തിയതിൽ പ്രധാനമായും മുതിർന്നവർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പിതാവ് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആശങ്ക പിതാവ് മാധ്യമങ്ങളോടക്കം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും കുറ്റപത്രത്തിൽ നിലവിൽ ഈ ഒരു കേസിൽ മുതിർന്ന ആളുകൾക്കൊന്നും പങ്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കുറ്റപത്രത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ ഒരു കേസ് നടന്ന് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യത്തിനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സാധ്യത തള്ളാൻ വേണ്ടിയാണ് ഇത്രയും നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി സംബന്ധിച്ച് നിലവിൽ ഈ പിതാവിന്റെ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ തന്നെ കേസിൽ മുതിർന്ന ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനും കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടാനും ഈ ഒരു കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ഒരു കേസുമായി സംബന്ധിച്ച് മുതിർന്ന ആളുകൾക്ക് ഈ ഒരു കേസിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പിതാവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം തന്നെയാണ് ഇപ്പോഴും പിതാവ് മുന്നോട്ട് വെക്കുന്നത്. അതായത് കേസിൽ മുതിർന്ന ആളുകൾക്കുള്ള പങ്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രതികളുടെ ഈ കുറ്റാരോപിതരായ ആളുകളുടെ SSLC ഫലം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതും. അജന, ശരി, അഭിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.